നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് സി പ്ലസും സി മൈനസും പറയാം. നമ്മൾ ഇത് ഓൾറെഡി കണ്ടതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കണ്ടീഷൻ പറയുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സി എന്ന് പറഞ്ഞൊരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. എന്നിട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ ആൽഫയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫോർ എവറി ആൽഫ എനി റിയൽ നമ്പർ ആൽഫ there exists a delta depending on alpha such that delta positive ആണ്, such that whenever 0 less than mod x minus c is less than delta, we have f of x is greater than alpha. f of x greater than alpha ആയിരിക്കും. എക്സിന്റെ ലിമിറ്റ് സീറോട്ട് പോകുമ്പോൾ എഫിന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സീഡ് ഒരു നെയ്ബർഹുഡ്, നമ്മുടെ സീഡ് ഒരു നെയ്ബർഹുഡ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആൽഫ മാറുന്നതനുസരിച്ച് ആ നെയ്ബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെയ്ബർഹുഡിന് ചെറിയ വ്യത്യാസം കാണും. അപ്പൊ ആൽഫയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് whenever x belongs to the delta neighborhood of c, f of x ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും. നമ്മൾ എത്ര വലിയ ആൽഫ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് f of x is greater than alpha എന്നുള്ളതാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ കണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസിന്റെയും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസിന്റെയും ഡെഫിനിഷൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയണം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ സി പ്ലസ് ആവുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു എൽ പറഞ്ഞിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു എൽ പറയുമ്പോൾ എന്തായിരുന്നു ഡിഫറൻസ്? നമ്മൾ അതിന്റെ ഒരു സൈഡ് സി പ്ലസ് എന്ന് പറയുമ്പോൾ സിയേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് മാത്രമേ നമ്മൾ സിയേക്കാളും വലിയ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഈ മോഡുലസ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളത് മാറ്റിയിട്ട് 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നെ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സി ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ആൻഡ് f we say that limit x tends to c plus f is equal to infinity if ഇതേപോലെ തന്നെ if for any real number alpha there exists a delta depending on alpha such that whenever 0 less than ഇവിടെ മോഡുലസ് വരികയില്ല 0 less than x minus c less than delta f of x is greater than alpha. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? 0 less than x minus c less than delta എന്ന് പറയുമ്പോൾ c less than x less than c plus delta. അപ്പൊ x എന്ന് പറയുന്നത് c plus delta എന്നുള്ള നെയ്ബർഹുഡിൽ വരുമ്പോഴെല്ലാം f of x greater than alpha ആയിരിക്കും. ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever x belongs to c plus delta f of x is greater than alpha. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ we say that limit x tends to c plus f is equal to infinity. ഇനി നേരെ തിരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ട്. അതിവിടെ തന്നിട്ടില്ല. ഞാൻ പിന്നെ എല്ലാ ഡെഫിനേഷനും കൂടെ ഒരുമിച്ച് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. എല്ലാം കൂടെ പഠിക്കാൻ പോകണ്ട. ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മറ്റേ വൺ സൈഡ് ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ മറ്റൊരുത്തെ എഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി നമ്മൾ നോക്കാം. അപ്പൊ നമ്മൾ ഏതൊരു റിയൽ നമ്പർ ബീറ്റ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ ഡിപ്പെൻഡിങ് ഓൺ ബീറ്റ സച്ച് ദാറ്റ് whenever 0 less than x1 c plus ആയതുകൊണ്ട് മോഡുലസ് ഇടേണ്ട കാര്യമില്ല. whenever 0 less than x minus c less than delta we have f of x is less than beta. ലിമിറ്റ് ലെസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ചെറിയ ബീറ്റ എടുത്താലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സിന്റെ എക്സ് എന്ന് പറയുന്നത് സി പ്ലസ് ഡെൽറ്റ എന്നുള്ള പോയിന്റ് ഇന്റർവെല്ലിൽ കിടക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ബീറ്റയെക്കാളും ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ whenever x element of c plus delta
എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ബീറ്റ. നമ്മൾ ഏത് ബീറ്റ എടുത്താലും, എത്ര ചെറിയ ബീറ്റ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ സച്ച് ദാറ്റ് ആ സി പ്ലസ് ഡെൽറ്റ എന്നുള്ള സിയുടെ നെയ്ബർഹുഡിൽ മൊത്തം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ബീറ്റ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ സി പ്ലസ് ആണ് പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സി മൈനസിനും പറയാൻ പറ്റും. അപ്പൊ സി മൈനസിന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാ വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ എടുക്കുവാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഈ ഒരു കണ്ടീഷന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇവിടുത്തെ ഈ ഒരു കണ്ടീഷന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് എന്താണ്? സി മൈനസിൽ എഫ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടു എനി റിയൽ നമ്പർ ആൽഫ there exists a delta depending on alpha such that delta alpha whenever 0 less than x minus c ക്ക് പകരം എന്ത് വരും? ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് ആണ്. അപ്പൊ 0 less than c minus x less than delta എന്ന് വരും. 0 less than c minus x less than delta വരുമ്പോഴെല്ലാം f of x greater than alpha ആയിരിക്കും. അപ്പൊ whenever x satisfies 0 less than c minus x less than delta f of x greater than alpha ആണെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് x tends to c minus f is equal to infinity. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റില് ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റുകൾ എടുക്കുമ്പോൾ അവിടെയെല്ലാം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആൽഫ ഏത് റിയൽ നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ആൽഫ സച്ച് ദാറ്റ് whenever 0 less than c minus x less than delta എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ മാറ്റി എഴുതുവാണെങ്കിൽ ഇതെങ്ങനെ വരും? മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ 0 എന്ന് വരും. നമ്മൾ മോഡൽ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പൊ നമുക്ക് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്ന് പറയും. അപ്പൊ whenever x belongs to c minus delta c, c യേക്കാളും ചെറിയ വാല്യൂസ്, നമ്മൾ ഇവിടെയാണ് c വരുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഇങ്ങോട്ടുള്ള വാല്യൂസ് നോക്കി. ഇപ്പൊ നമ്മൾ പറയുന്നത് സിയുടെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റുകളിലാണ്. അപ്പൊ സിയുടെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റുകളിലെല്ലാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ഓരോ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സച്ച് ദാറ്റ് ഈ ഇന്റർവെലിൽ മൊത്തം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ we say that limit x tends to c minus f is equal to plus infinity. ഇനി ഇതേപോലെ തന്നെ ലിമിറ്റ് x tends to c minus f is equal to minus infinity പറയാലോ. അപ്പൊ അത് നമ്മൾ x tends to c plus f is equal to minus infinity ആയിട്ട് ഈ ഒരു സാധനം മാത്രം തിരിഞ്ഞു വരും എന്നുള്ളതേ ഉള്ളൂ ആ ഡെഫിനിഷൻ വരിക. അപ്പൊ എന്താണ് പറയുന്നത്? ലിമിറ്റ് x tends to c minus f is equal to minus infinity. Limit x tends to c minus f is equal to minus infinity if for every epsilon greater than 0, epsilon alla very beta element of R, there exists delta equal to delta beta greater than 0 such that whenever 0 less than x minus c alla c minus x less than delta f of x is less than beta. Minus infinity എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. എഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. ഇനി സി മൈനസ് എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് വരുന്നത്. അപ്പൊ മുമ്പത്തെ ഈ ഡെഫിനേഷന്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോ റിയൽ നമ്പർ ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് whenever x belongs to c minus delta c അല്ലെങ്കിൽ 0 less than c minus x less than delta f of x is less than beta. ഇതാണ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻസ് വരുന്നത്. അപ്പൊ ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് ലിമിറ്റ് x tends to c plus f is equal to infinity ആണ്. അപ്പൊ ലിമിറ്റ് x tends to c plus f is equal to infinity എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് whenever 0 less than x minus c less than delta f of x is greater than alpha എന്ന് പറഞ്ഞാൽ whenever x belongs to c plus delta f of x greater than alpha ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയും ലിമിറ്റ് f is equal to infinity ആണ്.
ഇനി ലിമിറ്റ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നെയ്ബർഹുഡ് എടുക്കുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ബീറ്റ ആയിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഏത് റിയൽ നമ്പർ ബീറ്റ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever 0 less than x minus c less than delta f of x is less than beta. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്ന സി പ്ലസ് ഡെൽറ്റ എന്നുള്ള നെയ്ബർഹുഡിൽ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ബീറ്റ എന്ന് കിട്ടും. ഇനി നമ്മൾ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് 0 ലെസ് ദാൻ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇനി സി മൈനസിൽ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പറയാൻ പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇഫ് for every beta element of R there is a delta beta such that whenever 0 less than c minus x less than delta f of x is less than beta. അപ്പോൾ നമുക്ക് എക്സ് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള നെയ്ബർഹുഡിൽ മൊത്തം ആ ഒരു ഇന്റർവെല്ലിൽ കിടക്കുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ബീറ്റ ആയിരിക്കും.